ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ ഹിറ്റായ ആളുകൾ ആർത്തുല്ലസിച്ച ഗുഡ് ബാഡ് അഗ്ലി അഥവാ ഇനി കഥയിലേക്ക് കിടക്കാം. കം ബോലോ സാബ്. ഈ സിനിമ മൊത്തം നമ്മുടെ തലയണ്ണന്റെ വിളയാട്ടമാണ്. ആദ്യം ഗുഡ് തല. നമ്മുടെ തല ഒരു വലിയ ഗാങ്സ്റ്റർ ആയിരുന്നു. സ്വന്തം മകന് വേണ്ടി താൻ പോലീസിന് കീഴടങ്ങി. ஒரு சந்தோஷமான குடும்பம், நிம்மதியான வாழ்க்கை, இது கொடுக்கறேன்னு சொல்லி தானே எனக்கு கல்யாணம் பண்ணீங்க. ஆனா உங்களால இந்த தொழிலை விட முடியல. இப்படி ஒரு கேங்ஸ்டர் பையன் குழந்தைக்கு வேணாம். நீங்க உங்க பாஸ்ட மாத்திட்டு யாருங்கிறத மறந்துட்டு புது ஆளா மாறிட்டு வாங்க. അങ്ങനെ അവിടെ ഗുഡ് തലയായി മാറി. നമ്മുടെ ഗുഡ് തല ഇടയ്ക്ക് ജയിലിൽ വെച്ച് ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കും. മകന്റെ 18ാം പിറന്നാളിന് ഗുഡ് തല വരാം എന്ന് വാക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി. മകനെ കാണാൻ പോയപ്പോൾ മകൻ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതെ, ഡ്രഗ് കേസ്, കള്ളക്കേസാണ് പോലും. അങ്ങനെ മകനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ ബാഡ് തല. അതെ, ഇനി ബാഡ് തല. നമ്മുടെ വില്ലൻ ജോണി. ജോണിയാണ് നമ്മുടെ തലയുടെ മകൻ വിഹാനെ ഡ്രഗ് കേസ് കുടുക്കിയത്. അത് തല മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ തല അവരുടെ ബാങ്കിൽ പോയി അങ്ങനെ ഫൈറ്റ് ആയി. ഇനിയൊരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ വില്ലൻ ഒന്നല്ല രണ്ടാ. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. രണ്ടാമത്തെ വില്ലൻ ജാമി. പക്ഷേ നമ്മുടെ തലയ്ക്ക് നേരത്തെ അറിയായിരുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അങ്ങനെ മകനെ മോചിപ്പിക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതിനാൽ ബാഡ് തല ആ ബാങ്ക് ബാമ്പ് വെച്ച് പൊട്ടിക്കുന്നു. ഇതിന് റിവഞ്ചായി തലയുടെ മകനെ കൊല്ലാൻ നമ്മുടെ ജോണിയും ജമ്മിയും പഠിച്ച പണി 18 നോക്കുന്നു. പക്ഷേ തല മകനെ രക്ഷിക്കുന്നു. ഈ ജോണി ജമ്മി കാരണം മകനെ ഇറക്കാൻ വലിയ പാടാണ്. അങ്ങനെ നമ്മുടെ തല അഗ്ലിത്തലയായി. അങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ട് ആ രണ്ടെണ്ണത്തിന് നമ്മുടെ തല അങ്ങ് പോക്കും. பணத்துக்காக என் மனச மறந்து அவன் கூட போனியே, தங்கமணைய மனச மறந்து அவன் கூட போனியே. കണ്ണ കുണ്ണ എന്ന് വിളിച്ചെന്നെ മൊണ്ണയാക്കി നീ, പണത്തിനു വേണ്ടി എന്നെ മറന്ന് നീ അവന്റെ ഒപ്പം പോയില്ലേ. അങ്ങനെ അവരെ കോടതിയിൽ മുന്നിൽ ഹാജരാക്കി. അങ്ങനെ നമ്മുടെ വിഹാൻ ജയിലിൽ നിന്ന് മോചിതനായി. അവസാനം ജോണിയെയും ജമ്മിയെയും A case revenge. GBU. ഖത്തം. ഇത്രയുള്ള സിനിമ. തലയുടെ ഒരു മാരക സീനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. Only for fun.